ഹലോ എവരി വൺ. ഈ ക്ലാസ്സിൽ നമുക്ക് മാഗ്നറ്റിസത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കുറച്ച് നോക്കാം. ഫസ്റ്റ് വൺ, ഫിഗർ ഷോസ് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കണ്ടക്ടർ. ഇൻ വിച്ച് ഡയറക്ഷൻ ഈസ് ദ കറണ്ട് ഫ്ലോയിങ്? നമ്മുടെ അടുത്തൊരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്തൊരു കണ്ടക്ടർ ഉണ്ട്. കണ്ടക്ടറിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്ത് കറണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണോ, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണോ, ക്യാൻ ബി നൈദർ ഓഫ് ദ എബോ, ഡേറ്റ ഇൻകംപ്ലീറ്റ്. അപ്പം നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ഡയറക്ഷൻസ് നോക്കുന്നത് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ? അപ്പം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫിംഗേഴ്സ് നമ്മൾ കേൾ ചെയ്യാണ് അല്ലേ? ഈ ഡയറക്ഷനിലാണല്ലോ ആരോ കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ കേൾ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് അല്ലേ? സോ ഇറ്റ് ഈസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആയിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫിഗർ ഷോസ് എ ക്രോസ് സെക്ഷൻ ഓഫ് എ കോയിൽ. ഇത് ക്രോസ് സെക്ഷൻ ഓഫ് എ കോയിലാണ്. ബേസ്ഡ് ഓൺ ഡോട്ട് ആൻഡ് ക്രോസ് നൊട്ടേഷൻ, വിച്ച് എൻഡ് ഓഫ് ദ കോയിൽ ഈസ് ദ നോർത്ത് പോൾ? ഇതിൻ്റെ അകത്ത് നമ്മൾ നോർത്ത് പോൾ ഏത് ഡയറക്ഷനിലാണ്, ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ഇരിക്കുന്നതെന്ന് പറയണം. ഓക്കെ, അപ്പം ഈ ഡോട്ട്സ് റെപ്രസെൻ്റ് എന്താണ്? കറണ്ട് ഈസ് ഗോയിങ് ഇൻ ടു ദ കറണ്ട് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ കണ്ടക്ടർ അല്ലേ? അപ്പം ഡോട്ട് റെപ്രസെൻസ് കറണ്ട് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ കറണ്ട് കമ്മിങ് ഔട്ട് ഓഫ് ദ കണ്ടക്ടർ ആണെങ്കിൽ നമ്മുടെ തമ്പ് റെപ്രസെൻസ് കറണ്ട് കമ്മിങ് ഔട്ട് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ നമ്മുടെ തമ്പ് നമ്മൾ ഔട്ട് ഓഫ് ദ കണ്ടക്ടർ വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കേൾ ചെയ്യുന്ന ഫിംഗേഴ്സ് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? സോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇത്രയും ഈ ഡയറക്ഷൻ ആയിരിക്കത്തില്ലേ? കറണ്ട് ഔട്ട് ഓഫ് ദ കണ്ടക്ടറാണ്. സോ ഔട്ട് ഓഫ് ദ കണ്ടക്ടറിന് തമ്പ് റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ കേൾ ചെയ്യുന്ന ഫിംഗേഴ്സ് ഈ ഡയറക്ഷൻ. സോ മാഗ്നറ്റിക് ഫീൽഡ് മേളത്തെ കണ്ടക്ടേഴ്സിന് ഫുള്ള് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും. ഇനി ക്രോസ് റെപ്രസെൻസ് കറണ്ട് ഈസ് ഗോയിങ് ഇൻ ടു ദ കണ്ടക്ടർ. അപ്പം ഇൻ ടു ദ കണ്ടക്ടർ ആകുമ്പോഴത്തേക്കും തമ്പ് താത്ത് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ കേൾ ചെയ്യുന്ന ഫിംഗേഴ്സ് ഈ ഡയറക്ഷനിലല്ലേ? സോ തമ്പ് ഈ ഡയറക്ഷനിൽ. സോ കറണ്ട് ഈസ് ഇൻ ദിസ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പം മേളത്തെ കണ്ടക്ടേഴ്സ് കാരണം ഈ ഡയറക്ഷനിലും താഴത്തെ കണ്ടക്ടേഴ്സ് കാരണം ഈ ഡയറക്ഷനിലും ആണെങ്കിൽ നമ്മുടെ നോർത്ത് പോൾ എവിടെ ആയിരിക്കും? നോർത്ത് പോൾ ഇവിടെ ആയിരിക്കത്തില്ലേ? നമുക്കറിയാം ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടെങ്കിൽ, ഒരു മാഗ്നറ്റിൻ്റെ അകത്ത് ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടെങ്കിൽ ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പം നമ്മുടെ നോർത്ത് ഇരിക്കുന്ന ഏത് സൈഡിലാണ്? റൈറ്റ് സൈഡിലല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ, will the two conductors in figure will attract or repel? ഓക്കെ, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്, രണ്ട് കണ്ടക്ടേഴ്സ് ഉണ്ട്, രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൻ്റെ അകത്ത് കറണ്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ ഈ കറണ്ട് രണ്ടും അപ്വേർഡ് ഡയറക്ഷനിലാണെങ്കിൽ എന്താണ്? ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഇവിടെയും ഇങ്ങനെ ആയിരിക്കും. സോ ഇത് രണ്ടും കൂടെ എയ്ഡ് ചെയ്തിട്ട് ഈ രണ്ട് കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി കമ്മിങ് ക്ലോസർ. അപ്പം ഇപ്പോൾ രണ്ട് ഡോട്ട് ആയിരുന്നെങ്കിലും ഇറ്റ് വിൽ ബി അട്രാക്റ്റിങ്, രണ്ട് ക്രോസ് ആയിരുന്നെങ്കിലും ഇറ്റ് വിൽ ബി അട്രാക്റ്റിങ് അല്ലേ? ക്രോസും ഡോട്ടോടെ വന്നു കഴിഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസസ് ഈച്ച് അതർ. അപ്പോൾ എന്തായി? ഈ കണ്ടക്ടേഴ്സിൻ്റെ ഫോഴ്സ് ഈസ് റിപ്പൽസീവ് ഫോഴ്സ്. ഇത് രണ്ടും ഇറ്റ് വിൽ ബി മൂവിങ് എവേ. അപ്പം ക്രോസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഒരെണ്ണം ഇൻ ടു ദ പേപ്പറാണ്, കറണ്ട് ഈസ് ഇൻ ടു ദ പേപ്പർ. ഒരു ഡോട്ടാണെങ്കിൽ കറണ്ട് ഈസ് കമ്മിങ് ഔട്ട്. അപ്പോൾ ഇതെന്താവും? ഇറ്റ് വിൽ ബി റിപ്പല്ലിങ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് എൻഡ് ഓഫ് ദ കോയിൽ ഷോൺ ഇൻ ഫിഗർ ഈസ് ദ നോർത്ത് പോൾ? അപ്പം നമ്മുടെ സോളിനോയിഡ് തന്നിട്ടുണ്ട് പോസിറ്റീവ് പൊളാരിറ്റി. അപ്പോൾ പോസിറ്റീവ് പൊളാരിറ്റി വഴി കറണ്ട് കയറും. അപ്പം നമ്മുടെ സോളിനോയിഡിൻ്റെ അകത്ത് പോസിറ്റീവ് പൊളാരിറ്റി വഴി കറണ്ട് കയറുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനെ വരുമ്പം ഓൺ ടോപ്പ് ഇറ്റ് വിൽ ബി ഫ്രം ദിസ് സൈഡ് അല്ലേ? ഇങ്ങനെ വെച്ച് നമ്മൾ പെൻസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ലൈക്ക് ദിസ്. ഔട്ട് ഓഫ് ദ കണ്ടക്ടർ വരുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. സോ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ നോർത്ത് പോൾ ഏത് ഡയറക്ഷനിലാണ്? ഇതായിരിക്കും നമ്മുടെ നോർത്ത്, ഇത് സൗത്ത് ആയിരിക്കും. സോ
നമ്മുടെ കൈയുടെ റൈറ്റ് സൈഡിലാണ് നോർത്ത് പോൾ അല്ലേ. 5th question, the force on the conductor in figure will be ഡൗൺവേർഡ്സ് ആണോ, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണോ, ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണോ, അപ്വേർഡ് ആണോ? ഓക്കെ, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. അപ്പം നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ബി നമ്മൾ എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്നാണ്? നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് പോവുകയാണല്ലോ, അതവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മുടെ കറണ്ട് എങ്ങനെയാണ്? കണ്ടക്ടറിൻ്റെ അകത്ത് കറണ്ട് എങ്ങനെയാണ്? ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് അല്ലേ, ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ പേപ്പർ. സോ നമ്മൾ അതിനെ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വെച്ചോ. ഓക്കെ, ഇതാണ് നമ്മുടെ കറണ്ട് ഐ, കണ്ടക്ടറിൻ്റെ. നമ്മളെപ്പോഴും ഇതിൻ്റെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി വിൽ ബി യൂസിങ് അവർ റൈറ്റ് ഹാൻഡ്. നമ്മുടെ പോയിൻ്റ് ചാർജ് ആവട്ടെ, കറണ്ട് ആവട്ടെ, അത് പോകുന്ന വെലോസിറ്റി അല്ലെങ്കിൽ അത് കറണ്ട് പോകുന്ന ഡയറക്ഷൻ എവിടെയാണ്? ഈ ഡയറക്ഷനിലാണ്. സോ വി വിൽ ബി കീപ്പിംഗ് അവർ ഫിംഗർ, കൈ തുറന്നു വെച്ചിട്ട് ഈ ഡയറക്ഷനിൽ വെക്കും. ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കേൾ ചെയ്യും. അപ്പോൾ നമ്മുടെ തമ്പ് എങ്ങനെയാണ്? തമ്പ് ഇസ് അപ്വേർഡ്സ് അല്ലേ. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇത് പോയിൻ്റ് റെപ്രസെൻറ്റ്സ് കറണ്ട് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വരച്ചു. ഇഫ് കറണ്ട് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ കണ്ടക്ടർ, അപ്പോൾ അതിനെ വരച്ചു. മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അപ്പം കറണ്ടിൻ്റെ ഡയറക്ഷനിൽ കൈവച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ ആ കൈനെ കേൾ ചെയ്യുമ്പം നമ്മുടെ തമ്പേഴ്സ് ടുവേർഡ്സ് ദ അപ്വേർഡ് ഡയറക്ഷൻ. ഓക്കെ, Sixth question, a wire of length 2 meter carries a current of 10 amperes. What is the force acting on it when it is placed at an angle of 45 degrees to the uniform magnetic field of 0.15 Tesla? A wire of length L തന്നിട്ടുണ്ട് 2 meters, carries a current I തന്നിട്ടുണ്ട് 10 amperes. What is the force? Force കണ്ടുപിടിക്കണം. When it is placed at an angle theta equal to 45 degrees തന്നിട്ടുണ്ട്. In a uniform magnetic field B equal to 0.15 Tesla തന്നിട്ടുണ്ട്. So what is our equation? F equal to I into L cross B ആണ്. Okay, so I L B sin theta, F equal to what is I is 10, L is 2, B is a 0.15 into sin 45. So it will be 10 into 0.3 into 1 by root 2. So the answer will be 3 by root 2 Newton. Force will be 3 by root 2 Newton. Seventh question. A rectangular loop carrying current I is situated near a long straight wire such that the wire is parallel to one of the sides of the loop and is in the plane of the loop. If a steady current I is established in the wire as shown in figure, the loop will. Okay, നമുക്ക് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്, ഒരു കറണ്ട് ക്യാരിങ് റെക്റ്റാങ്കുലർ ലൂപ്പും ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ അടുത്തടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്ക്, ഇതും അപ്വേർഡ് ഡയറക്ഷനിലാണ്, ഇതും അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പോൾ പാരലൽ കണ്ടക്ടേഴ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആണെങ്കിൽ എന്താണ്? ദേ വിൽ മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ അല്ലേ. റൊട്ടേറ്റ് അബൌട്ട് ആൻ ആക്സിസ് പാരലൽ ടു ദ വയർ, മൂവ് അവേ ഫ്രം ദ വയർ, മൂവ് ടുവേർഡ്സ് ദ വയർ, റിമൈൻസ് സ്റ്റേഷനറി. ഇവിടെ എന്തായിരിക്കും ആൻസർ? മൂവ് ടുവേർഡ്സ് ദ വയർ ആണല്ലേ. അവർ രണ്ടുപേരും അട്രാക്റ്റ് ചെയ്യും. എട്ടാമത്തെ ചോദ്യം, എ ചാർജ്ഡ് പാർട്ടിക്കിൾ എൻറ്റേഴ്സ് എ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. ദ പാത്ത് ഓഫ് ദ പാർട്ടിക്കിൾസ്. എപ്പോഴും ഒരു ചാർജ് പാർട്ടിക്കിൾ, ഇപ്പം നമുക്ക് മാഗ്നറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതിൻ്റെ അകത്തോട്ട് നമ്മളൊരു പോയിൻ്റ് ചാർജ് ഒരു വെലോസിറ്റിയിൽ വന്ന് വീണ് കഴിഞ്ഞാൽ, പെർപെൻഡിക്കുലറായിട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ അതെങ്ങനെ കറങ്ങാൻ തുടങ്ങും? സർക്കുലറായിട്ട് കറങ്ങാൻ തുടങ്ങും അല്ലേ. സർക്കുലറായിട്ട് കറങ്ങാൻ തുടങ്ങും. കാരണം എന്താണ്? ഇതിലുണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സാണ്. ഇങ്ങനെ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇതിനെ പറ്റിയൊക്കെ ഞാൻ
പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പം ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഒരു പോയിൻ്റ് ചാർജ് പെർപെൻഡിക്കുലറി വന്നിറങ്ങി കഴിഞ്ഞാൽ അത് സർക്കുലറായിട്ട് റൊട്ടേറ്റ് ചെയ്യും. വെലോസിറ്റിക്ക് വ്യത്യാസമൊന്നുമില്ല. വെലോസിറ്റി സെയിം വെലോസിറ്റി ആയിരിക്കും, ഡയറക്ഷൻ വ്യത്യാസം വരും. 9th question. A charged particle enters a magnetic field at an angle of 30 degree to the direction of the magnetic field. Its path becomes. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് പെർപെൻഡിക്കുലറായിട്ട് വന്നിറങ്ങി കഴിഞ്ഞാൽ അത് സർക്കുലറായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അതേ സമയത്ത് ഇങ്ങനെ പോകുന്നൊരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് ഒരു ആംഗിളിൽ വന്ന്, ഓക്കെ, പെർപെൻഡിക്കുലറായിട്ട് വീഴാതെ ഒരു ആംഗിളിൽ വന്ന് വീഴുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? അതിനെ നമ്മൾ 2 കമ്പോണൻസ് ആക്കിയിട്ട് ഇതിനെന്തായിരിക്കും? സർക്കുലർ മോഷൻ കിട്ടത്തില്ല, ഒരു ഹെലിക്കൽ മോഷനെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇറ്റ് വിൽ ബി ഹെലിക്കൽ മോഷൻ. 10th ചോദ്യം. എ കണ്ടക്ടർ ഓഫ് ലെങ്ത് 1 meter carries a current of 1 ampere is placed parallel to a magnetic field of 1 Weber per meter square. The magnetic force acting on the conductor is. അപ്പം ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അകത്ത് കൊണ്ടുവെക്കുമ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ILB sin θ. ഓക്കെ, I തന്നിട്ടുണ്ട്, L തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. The force is parallel. It is parallel. പാരലൽ എന്ന് പറയുമ്പോൾ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടാണ് നമ്മുടെ കണ്ടക്ടർ വെക്കുന്നത്. അപ്പോൾ ഇതും മാഗ്നറ്റിക് ഫീൽഡും കറണ്ട് ക്യാരിങ് കണ്ടക്ടറും എല്ലാം പാരലൽ ആണെങ്കിൽ വാട്ട് അബൌട്ട് തീറ്റ വിൽ ബി 0 degree അല്ലേ? തീറ്റ വിൽ ബി 0 degree. സോ ഒരു ഫോഴ്സ് എന്തായിരിക്കും? ഫോഴ്സ് 0 ആയി പോകും അല്ലേ? sin 0 is 0. 11th one. A current is flowing towards the north along a power line. The direction of the magnetic field above it is towards. അപ്പം നമ്മുടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണെങ്കിൽ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ആണെങ്കിൽ നമ്മുടെ കറണ്ട് എന്താണ്? കറണ്ട് ഈസ് ഫ്ലോയിങ് ടുവേർഡ്സ് ദ നോർത്ത് ഡയറക്ഷൻ. കറണ്ട് കണ്ടക്ടർ നോർത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ്. സോ അവർ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ഈസ്റ്റ്. 12th question. An electron is traveling horizontally towards the east. A magnetic field is vertically downward direction exerts a magnetic force on electron along. അപ്പം നമ്മുടെ ഇലക്ട്രോൺ പോകുന്ന ഡയറക്ഷൻ ഏതാണ്? ഇലക്ട്രോൺ E is towards east. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ടുവേർഡ്സ് ഡൗൺവേർഡ്. മാഗ്നറ്റിക് ഫീൽഡ് ടുവേർഡ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ നമ്മുടെ ഫോഴ്സ് എങ്ങനെ ആയിരിക്കും? സോ എങ്ങനെ നമ്മൾ കൈവെക്കേണ്ടുന്നത്? നമ്മുടെ വെലോസിറ്റി എങ്ങനെയാണോ, ഏത് ഡയറക്ഷനിലാണോ ഇലക്ട്രോൺ പോകുന്നത് ആ ഡയറക്ഷനിൽ നമ്മുടെ ഹാൻഡ് വെക്കണം, റൈറ്റ് ഹാൻഡ് വെക്കണം. എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ ആ സൈഡിലോട്ട് കേൾ ചെയ്യണം. കേൾ ചെയ്യുമ്പോൾ എന്തായി? ഇതെന്തായി? താഴോട്ടായില്ലേ? സോ ഇറ്റ് വിൽ ബി ടുവേർഡ്സ് സൗത്ത് ഡയറക്ഷൻ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ടുവേർഡ്സ് south direction. 13th question. A positively charged particle moving with velocity v enters a uniform magnetic field B. The particle will experience the largest force when angle between v and b is. അപ്പം നമുക്കൊരു പോയിൻ്റ് ചാർജ് ഉണ്ടെങ്കിൽ പോയിൻ്റ് ചാർജിൻ്റെ മാഗ്നറ്റിക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? Q into v cross b, which is given by QVP sin theta. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് ഏറ്റവും കൂടുതൽ എവിടെയാണ്? വെൻ തീറ്റ ഈക്വൽ ടു 90 degrees ആകുമ്പോൾ. വെൻ തീറ്റ ഈക്വൽ ടു 90 degrees സൈൻ 90 degree ഈക്വൽ ടു 1. സോ എഫ് വിൽ ബി ഈക്വൽ ടു QVB ആണല്ലോ. സോ അവർ ആൻസർ വിൽ ബി 90 degrees. 14th question. The magnetic field at a point P, which is at a distance of 4 centimeter from a long current carrying conductor, is 10 raised to minus 3 Tesla. The magnetic field at a distance 12 centimeter from the conductor is. ഓക്കെ, ആദ്യമേ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് വാസ് 10 raised to minus 3 Tesla. 10 raised to minus 3 Tesla when the distance for 4 centimeter. മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ഒരു ലോങ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു പോയിൻ്റ് പിയിൽ അറ്റ് ഡിസ്റ്റൻസ് r ആണെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുല എന്താണ്? B = μ0 I / 2πr.
അതായത് ആർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഡിസ്റ്റൻസ് അല്ലേ. സോ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. സോ ഇതിനെ B1 R1 എന്നിടാം. വാട്ട് അബൌട്ട് B2? B2 നമ്മൾ കണ്ടുപിടിക്കണം. B2 we have to find out, and R2 equal to 12 centimeter. So we know B is directly proportional to 1 by R. So B1 by B2 will be equal to R2 by R1 അല്ലേ. B1 എന്താണ്? 10 raised to minus 3 divided by B2. 10 raised to minus 3 divided by B2 equal to R2 is 12 centimeter. 12 into 10 raised to minus 2 divided by 4 into 10 raised to minus 2. എല്ലാം കട്ടായി പോവും. It will be 3. So B2 will be equal to 1 by 3 into 10 raised to minus 3. 1 by 3 is 0.33 into 10 raised to minus 3. B2 equal to, so it becomes 10 raised to minus 3. ഒരു പോയിൻ്റ് ഇപ്പുറത്തെടുത്ത് ഇറ്റ് വിൽ ബി 3.33 ഇൻറ്റു 10 raised to minus 4 ടെസ്ല. നമുക്ക് ഒരു പോയിൻ്റ് ഇപ്പുറത്തോട്ട് ഇട്ടാൽ മതി. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രോൺ ഹാവിങ് എ ചാർജ് E മൂവ്സ് വിത്ത് എ വെലോസിറ്റി V ഇൻ X ഡയറക്ഷൻ. എ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട്സ് ഓൺ ഇറ്റ് ഇൻ Y ഡയറക്ഷൻ. ദ ഫോഴ്സ് ഓൺ ദ ഇലക്ട്രോൺ ആക്ട്സ്. അപ്പം നമ്മുടെ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണ്? വെലോസിറ്റി X ആക്സിസിലാണ്. മാഗ്നറ്റിക് ഫീൽഡോ? മാഗ്നറ്റിക് ഫീൽഡ് Y ആക്സിസിലാണ്. ബി ഈസ് ഇൻ Y ആക്സിസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ വി ഹാവ് ടു കീപ്പ് അവർ ഹാൻഡ്. ആ ഡയറക്ഷനിൽ വെച്ചിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിൽ കേൾ ചെയ്യണം. അപ്പം ഇറ്റ് ഈസ് ടുവേർഡ്സ് അപ്പ്. ടുവേർഡ്സ് അപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഏത് ഡയറക്ഷനാണ്? ഇസഡ് ആക്സിസ് ആണ് അല്ലേ. ഇസഡ് ആക്സിസിന് നമ്മൾ 3D ആയതുകൊണ്ട്, പേപ്പർ ഒരു 2D ആയതുകൊണ്ട് we will be representing Z in this direction. So force will be in Z axis. Okay, thank you.